അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുനാഫയുടെ ദോ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. ആ ദോ വെച്ചുകൊണ്ടൊരു സ്നാക്കാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാണിക്കുന്നത്. കുനാഫയുടെ ദോ ഉണ്ടാക്കിയത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടൈമും ആയിപ്പോയത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ്. ഇതാണ് നമ്മുടെ സ്നാക്ക്. എഗ് ചട്നി കബാബ് റാപ്ഡ് ഇൻ കുനാഫ ദോ. വേവിച്ചെടുത്ത മുട്ട പൊട്ടാറ്റോയുടെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് ആ മിക്സ്ചറിൽ നന്നായി പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നതിന് പകരം മുട്ടയിൽ മുക്കിയ ശേഷം ഈ ഒരു കുനാഫയുടെ ദോ വെച്ചാണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ എഗ് കബാബിൻ്റെ വേറൊരു വേർഷനാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പം ഞാനിപ്പം ഈ കുനാഫയുടെ ദോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്നിപ്പം കാണിക്കുകയാണ്. ആദ്യം ആ ഉണ്ടാക്കിയ വീഡിയോയിൽ നിന്ന് എടുത്ത ഒരു പാർട്ടാണിത് കേട്ടോ. അപ്പോൾ ഈ കുനാഫയുടെ ദോ എന്ന് പറയുന്നത് നാട്ടിൽ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു റെസിപ്പി കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കി. പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കുനാഫ അതോ അന്ന് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2 ആഴ്ചയോളം ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കേടൊന്നും ആയിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പം ഈ സ്നാക്കിന് കുറച്ച് കുനാഫയുടെ ദോ നമുക്ക് റോൾ ചെയ്യാനായിട്ട് വേണം. പിന്നെ വേണ്ടത് ഞാൻ വേവിച്ചെടുത്ത മുട്ടയിലേക്ക് മഞ്ഞ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ആ ഒരു പാർട്ടിലേക്ക് പുതിന ചട്നി സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പുതിന ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും ഞാനിപ്പം ചേർക്കുന്നുണ്ട്. പുളിക്ക് പകരം നമ്മളൊരു 1-2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ലൂസാക്കിയിട്ടല്ല അരച്ചത്, കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് അരച്ചെടുത്തത്. അപ്പം നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി വേവിച്ചെടുത്ത പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ഈ ഒരു പൊട്ടാറ്റോ മുട്ട പൊതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിക്സ്ചറാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ചൂടാറിയ ശേഷം ഇതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അടിച്ചെടുത്ത പൊട്ടാറ്റോ ആണിത്. ഇതിപ്പം കട്ടകളൊന്നും ഇല്ലാതെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ വേവിച്ചെടുത്ത ഒരു 5 മുട്ട ഞാനിപ്പം എടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ട 2ആയി കട്ട് ചെയ്ത ശേഷം ഈ മുട്ടയുടെ മഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുട്ടയുടെ മഞ്ഞ പൊട്ടാറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ മുട്ട പൊതിയാനുള്ള ഒരു മിക്സ്ചർ. ഈ വേവിച്ചുടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് മുട്ടയുടെ മഞ്ഞയും മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പൊട്ടാറ്റോ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഉണക്കി പൊടിച്ച കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ മിക്സ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം, പനീർ ചേർത്ത് കൊടുക്കാം, കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിപ്പം പൊട്ടാറ്റോയിൽ ഇങ്ങനെ കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കിയതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിന് നടുവിലായിട്ട് ആ മുട്ടയുടെ മഞ്ഞയുടെ പാർട്ട് ഉണ്ടല്ലോ, ആ നടുവിലായിട്ട് കുറച്ച് പുതിന ചട്നി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗം കൊണ്ട് അതൊന്ന് കവർ ചെയ്യാം. ഒരു മുട്ടയായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഞാനൊരു എഗ് ചട്നി കബാബ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ റമദാൻ്റെ സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ ഈ ഒരു പാർട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചട്നി വെച്ച് കൊടുത്തിട്ട് മുട്ടയുടെ വെള്ളം കൊണ്ട് നന്നായി ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്.
അപ്പോൾ ആ ഒരു വീഡിയോ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അത് കാണണം കേട്ടോ. അപ്പം ഞാനിപ്പം എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മുട്ടയും എടുത്തിട്ട് കുറച്ച് പൊട്ടാറ്റോയുടെ മിക്സറിനുള്ളിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. നന്നായി കവർ ചെയ്തെടുക്കാം. ഈ പൊട്ടാറ്റോയുടെ മിക്സർ ഒരുപാട് എടുക്കണ്ട, തടി അധികം കൂടണ്ട കേട്ടോ. കുറച്ച് നേരിയതായിട്ട് തന്നെ നന്നായി പൊതിഞ്ഞെടുക്കാം. കാരണം നമ്മൾ ഇതിപ്പോൾ ഒരു കുനാഫയുടെ ദോ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ഇത് തടിയാവുമ്പോൾ ഉൾഭാഗം പൊരിഞ്ഞു കിട്ടാനും കുറച്ച് പണിയാണ്. അപ്പം അധികം തടിയില്ലാത്ത രീതിയിൽ ഈ പൊട്ടാറ്റോയുടെ മിക്സ്ചർ മുട്ടയിലേക്ക് പൊതിഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊട്ടാറ്റോയുടെ മിക്സ്ചറിലേക്ക് ഇട്ടിട്ട് പൊതിഞ്ഞു വെക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ മുട്ടയും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചിട്ടിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് കുനാഫയുടെ ദോവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ എഗ് കബാബും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലേക്ക് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുന്നതിന് പകരം നമുക്കിതുപോലെ കുനാഫയിലേക്ക് നന്നായി പൊതിഞ്ഞെടുക്കാം. മുട്ടയിലേക്ക് മുക്കുന്നത് കൊണ്ട് ഈ കബാബിലേക്ക് ഈ കുനാഫ ദോ നന്നായി പിടിച്ച് നിന്നോടും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി റോൾ ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കബാബും നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയിൽ മുക്കിയിട്ട് ഈ കുനാഫ ദോയിൽ റോൾ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ഓയിൽ നന്നായി ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പക്കയിലയിൽ വെച്ച് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുള്ള നെയ്യുടെ ആ ബബിൾസൊക്കെ വന്നിട്ട് കയ്യിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണയിലിടുമ്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായി മുരിച്ചെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാ ഭാഗവും ചെറിയ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. അങ്ങനെ ഇതിപ്പം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തതും ഇതുപോലെ, ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത്. വലിയതാണെങ്കിൽ 2 3 ഒരുമിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ എഗ് ചട്നി കബാബ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അതിന് നമ്മൾ പൊട്ടാറ്റോ വെച്ചുകൊണ്ട് പൊതിഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഇതിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ചിരിക്കുന്നത് പോലെയില്ലേ. അപ്പം ഞാനെന്ത് ചെയ്തു, 2 കുരുമുളക് വെച്ചുകൊണ്ട് കണ്ണും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ശരിയായിട്ടിപ്പോൾ ഒരു ഡോളൊക്കെ ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചട്നി കബാബ് റാപ്ഡ് ഇൻ കുനാഫ ദോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID യാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമോൻസ് കിച്ചൺ.